കനകയും നന്ദും കൂടെ പൈസ കടം ചോദിക്കാനായിട്ട് സുധാമണി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ചേച്ചിയാണെങ്കിലും നല്ല സ്നേഹത്തോടു കൂടിയൊക്കെ തന്നെയാണ് അവരെ അകത്തേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മക്കളെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കനകേനോടാണെങ്കിലും. എന്നിട്ട് അകത്തേക്ക് ക്ഷണിക്കുന്ന സമയത്ത് എന്താ ഇപ്പോൾ വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എനിക്ക് അത്യാവശ്യമായിട്ട് 1,00,000 രൂപ കടം വേണമെന്ന് പറയാണ്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ടായിരുന്നു കനകയ്ക്ക് 1,00,000 പോയിട്ട് ഒരു പൈസ പോലും ഞാൻ തരില്ല എന്ന് പറയുമ്പോൾ അതെന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ പലിശക്കാരൻ ചന്ദ്രൻ എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറയാണ്. അപ്പം അങ്ങനെ ചന്ദ്രനോട് മോശമായിട്ട് സംസാരിച്ച കാര്യങ്ങളും എല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് അയാൾ എന്നോട് മോശമായിട്ട് സംസാരിച്ചിട്ടാണെന്നൊക്കെ കനക പറയുന്നുണ്ട്. അപ്പോൾ പലിശയ്ക്ക് ഇങ്ങനെ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ പലതും പറയും എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും ഒരു പൈസയും കിട്ടില്ല എന്നറിയുമ്പോൾ കനകയാണെങ്കിലും ഇങ്ങനെ സുധാമണിയുടെ കാല് പിടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ ദേഷ്യം വരികയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് മര്യാദയ്ക്ക് ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മ അവരുടെ കാല് പിടിക്കാൻ പോകുന്നതെന്നൊക്കെ. അപ്പോൾ സുധാമണിയാണെങ്കിലും നന്നായിട്ട് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരെ. 2 മക്കളെയും കോടീശ്വരന്മാരുടെ വീട്ടിലേക്കല്ലേ കല്യാണം കഴിച്ചിട്ടുള്ളത്, അവരോട് അവിടെ ചെന്നങ്ങ് ചോദിച്ചാൽ പോരെ, അവർ കയ്യിലേക്ക് വെച്ച് തരില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. പിന്നീട് ഇങ്ങനെ നന്ദുവിനാണെങ്കിലും അതൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ അവിടുന്ന് കനകേനെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ നന്ദു ആണെങ്കിലും. അപ്പോൾ പോകുന്ന സമയത്ത് നന്ദു ആ ചേച്ചിനോട് പറയുന്നുണ്ടായിരുന്നു പലിശക്കാരൊക്കെ സൂക്ഷിച്ചോ, ഏത് സമയത്തും പോലീസ് വരും എന്നൊക്കെ പറയാണ്. അപ്പോൾ ചേച്ചി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പൈസ തരാത്തതെന്ന് പറയാണ്. പിന്നീട് കനകയ്ക്കാണെങ്കിലും പൈസ കിട്ടാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമാണ്. നന്ദു ആണെങ്കിലും കനകേനെ നിർബന്ധിച്ചാണ് അവിടുന്ന് കൊണ്ടുപോകുന്നത്. പിന്നീട് ഇങ്ങനെ നൈനയാണെങ്കിൽ ഇങ്ങനെ എനിക്കൊരു ലെറ്റർ വരുന്നുണ്ട്, അത് നൈനയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ ഒരു റോസാപ്പൂവും വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് സ്നേഹപൂർവ്വം ആരാധിക എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോഴേക്കും അനി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്കുള്ള ലെറ്ററാണ്, ഏതൊരു ആരാധികയാണ് അയച്ചിട്ടുള്ളതെന്ന് പറയാണ്. എന്നിട്ട് എനിക്കത് കൊടുക്കുന്നില്ല, നൈന തുറന്നു വായിക്കുന്ന പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് വന്ന ലെറ്റർ അങ്ങനെ തുറന്നു വായിക്കുന്നത് മോശമല്ലേ ഏട്ടത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വന്ന ലെറ്റർ മാഗസിന് അന്ന് അനിയല്ലേ തുറന്നത്, അതുകൊണ്ട് ഞാനത് തുറന്നു വായിക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് കൊടുക്കാതെ അകത്തേക്ക് അങ്ങ് ഓടുകയാണ് കേട്ടോ. അപ്പോൾ അകത്ത് ഇങ്ങനെ അനിയുടെ അച്ഛനും അമ്മയൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സോഫയുടെ ചുറ്റും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കേട്ടോ. നൈനയാണെങ്കിൽ എനിക്ക് ആ കത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ജലജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിലും ഒരു ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് നൈനിനോട് പറയുന്നുണ്ടായിരുന്നു 10-25 വയസ്സായിട്ടുള്ളൊരു പെണ്ണല്ലേ, എന്നിട്ട് അവളുടെ ഒരു കുട്ടികളി എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അത് കൊടുക്കുന്നുമില്ല. നൈനയാണെങ്കിലും അനിങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അവിടെ അതിങ്ങ് താന്ന് പറയാണ്. അപ്പോൾ ദേവയാനിയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുന്ന സമയത്ത് അനി ഇത് തട്ടിപ്പറിച്ച് ഓടുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും നൈന അനിയുടെ പിറകെ പോകാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനി മുകളിലേക്ക് അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ അബി അതുപോലെ തന്നെ നവ്യക്ക് അത് കണ്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നവ്യക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടാവുന്നില്ല കേട്ടോ, അവരുടെ കളിയൊക്കെ കണ്ട് എല്ലാവരും ചിരിച്ചു നിൽക്കുന്നൊന്നും. അപ്പോൾ അവളുടെ ഒരു ഇത് കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു നിൽക്കാനെന്ന് ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നീട് നൈന ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത് വെറൊരു കത്തൊന്നല്ല, അങ്ങനെ പ്രണയലേഖനാണെന്ന് പറയാണ്. അപ്പോൾ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ മോൻ കൈവിട്ട് പോയോ ജാനു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ജലജ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇവിടെ 2 വന്ന് കയറിയിട്ടുണ്ട്, അവരെ പോലെയൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അവൻ എങ്ങനെയൊന്നും കൈവിട്ട് പോവില്ല, ആദർശിൻ്റെ ഒപ്പം ഞാനാണ് അവനെ വളർത്തിയിട്ടുള്ളതെന്ന് പറയാണ്. അപ്പോൾ ആ സമയത്ത് അബീനെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന പോലെയാണല്ലോ സംസാരിച്ചത്. അപ്പോൾ ജലജയ്ക്ക് ഇഷ്ടാവുന്നില്ല. അപ്പോൾ എൻ്റെ മോനെ അങ്ങനെയല്ലേ പറഞ്ഞെന്നുള്ളതിൽ പറയുമ്പോൾ അവനെപ്പോഴും ഇങ്ങനെ ആദർശവും അനിയും തമ്മിൽ ഇങ്ങനെ ഇതാക്കുന്ന സമയത്തും അവരെ തമ്മിൽ അടുപ്പിക്കാനല്ലേ എപ്പോഴും അവൻ നോക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് അവൻ വഴി തെറ്റിപ്പോയെന്നുള്ള രീതിയിൽ ദേവയാനി സംസാരിക്കുന്നുണ്ട്. പിന്നീട് നവ്യ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവരൊരു തമ്പുരാട്ടി വന്നിരിക്കുന്നത്, അവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് നവ്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് അനി ആരാധികയുടെ കത്ത് വായിക്കുന്നുണ്ട്. അപ്പോൾ അനിയുടെ കവിതയെ കുറിച്ചും അനീനെ കുറിച്ചുമാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനീനെ കാണാൻ ഉടനെ തന്നെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആരാധിക എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനിയാണെങ്കിലും അതിങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു കവിത എഴുതിയപ്പോൾ തന്നെ ആരാധികമാരായാലോ, ഇനിയിപ്പോൾ എന്നും കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗോഡൗൺ ആവുമല്ലോ ആരാധികമാരുടെ ലെറ്റർ കൊണ്ട് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് നവ്യക്കാണെങ്കിൽ ഭയങ്കര വയറുവേദനയാണ് കേട്ടോ, വയറ് കൊളുത്തി പിടിക്കുന്നുണ്ട്. അപ്പോൾ ജലജയാണെങ്കിൽ അവിടെ ഫോൺ വിളിക്കാനായിട്ട് വരികയാണ്. അപ്പോഴാണ് നവ്യക്ക് ഇങ്ങനെ പാഴ്സൽ വരുന്നതും നവ്യ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കാണുന്നത്. അപ്പോൾ അതെന്താന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് ഇങ്ങനെ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എൻ്റെ മോനെ മുടിപ്പിക്കാനായിട്ട് അവൾ ഓരോന്ന് ഇങ്ങനെ പാഴ്സൽ വരുത്താണ്, അതെന്താന്ന് കണ്ടുപിടിക്കണമെന്ന് ജലജ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നവ്യയുടെ പിറകെ പോവുകയാണ്. അപ്പോൾ നവ്യക്കാണെങ്കിൽ പീരിയഡ്സ് ആയതുകൊണ്ട് ഇങ്ങനെ വയറുവേദനയ്ക്കുള്ള ആ ഗുളികയായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ നവ്യ അത് എടുത്ത് കഴിക്കുന്നുണ്ട്. അത് എടുത്ത് കഴിക്കുന്നതൊക്കെ ജലജ അവിടെ നിന്ന് മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് ടാബ്ലറ്റ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ അബീനോട് പറഞ്ഞാൽ പോരെ, അവൾ എന്തിനാ പാഴ്സൽ വരുത്തിയെന്നുള്ളൊരു സംശയം ജലജയ്ക്ക് അപ്പം തന്നെ ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ നൈനയാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബാഗിൽ ആദർശ് കൊടുത്തിട്ടുള്ള 1,00,000 രൂപ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ആദർശിനോട് പറയാനായിട്ട് ഇങ്ങനെ ആദർശിൻ്റെ മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. ആദർശ് ജ്വല്ലറിയിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ആ പൈസ അച്ഛന് വീട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അച്ഛന് കൊടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും.
അപ്പോൾ ആദർശാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു അവളൊരു അധിക പ്രസംഗിയല്ല, അപ്പോൾ അവൾക്ക് കൊടുത്തിട്ടുള്ള പണല്ലേ, അത് അവൾക്ക് എന്ത് വേണേലും ചെയ്യാലോ, എന്നോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്തായാലും അത് ചോദിച്ചത് നല്ലൊരു കാര്യമാണല്ലോ എന്നുള്ളതിൽ പിന്നീട് തിരിച്ചും നയനയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ പൈസ നിനക്ക് എന്ത് വേണേലും ചെയ്യാം, അത് നിനക്ക് തന്നതാണ്, അപ്പോൾ അത് ഇങ്ങനെ ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ആദർശം മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ നയനയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് നവ്യയാണെങ്കിൽ ഇങ്ങനെ ഫോണൊക്കെ എടുത്ത് റൂമിൽ നിന്ന് പുറത്തു പോവാണ്. അപ്പോൾ ആ സമയത്ത് ജലജ റൂമിലേക്ക് കയറിയിട്ട് അവിടെയൊക്കെ ആകെ തിരയുന്നുണ്ട്. തലേണയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ ആ ഗുളിക കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗുളിക നോക്കുന്ന സമയത്ത് പീരിയഡ്സിൻ്റെ സമയത്ത് വയറുവേദന കുറയാൻ വേണ്ടിയിട്ട് കുടിക്കുന്ന ഗുളികയായിരിക്കും അത്. ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവളിപ്പോൾ എന്തിനാ ഇത് കഴിച്ചതെന്നുള്ളൊരു സംശയം ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വയറുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുടിക്കുന്ന ഗുളികയാണല്ലോ, അപ്പോൾ അവൾ ഗർഭിണിയാണല്ലോ, അത് എന്താ കഴിച്ചതെന്നുള്ളൊരു സംശയത്തിൽ ആ ഗുളിക എടുത്തുകൊണ്ട് ഇങ്ങനെ താഴേക്ക് വരികയാണ്. അബി അവിടെ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ടാവും. എന്നിട്ട് അബിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീ നിന്റെ ഭാര്യയായിട്ട് ചെക്കപ്പിന് പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും എന്നൊക്കെ ചോദിക്കുമ്പോൾ പോയിട്ടുണ്ടല്ലോ. എന്നിട്ട് അവൾക്ക് ഡോക്ടർ മരുന്നൊക്കെ കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മരുന്നൊക്കെ കൊടുക്കാറുണ്ട് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആ ഗുളിക കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് പെൺകുട്ടികൾ ഇങ്ങനെ പീരിയഡ്സ് ആവുന്ന സമയത്ത് വയറുവേദന കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗുളികയാണ്. ഇതെന്തിനാ ഈ സമയത്ത് അവിടെ കുടിച്ച് എന്തൊക്കെയോ കള്ളത്തരമുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ നവ്യനോട് അവിടെ നിൽക്കാനായിട്ട് പറയാണ്. എന്നിട്ട് നവ്യയുടെ കയ്യിലേക്ക് അത് കാണിച്ചു കൊടുത്തിട്ട് നീ ഇതെന്തിനാ കുടിച്ചതെന്നുള്ളതിൽ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നവ്യ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ഞെട്ടിയത് കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നവ്യക്കൊന്നും പറയാനൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അബിയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ അത് കുടിച്ച്, നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടോ എന്നൊക്കെ ജലജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നവ്യ അങ്ങനെ പറയുകയാണ്, ഞാനിനി അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാനിത് ഇവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെന്ന് പറയാണ്. ആ ഡെലിവറി ബോയ് എൻ്റെ കയ്യിലാണ് ഇത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ അത്ര ചേർച്ചയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഗുളികയൊക്കെ തരുന്ന സമയത്ത് അത് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവളെ ചെന്ന് വിളിച്ചു. അപ്പോൾ അവൾ ബാത്റൂമിൽ മറ്റോ ആയിരുന്നു. അപ്പോൾ അവൾ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റൂമിൽ വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീ അതെടുത്ത് കുടിക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്നൊക്കെ ജലജ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നവ്യ എന്നെ അത് തുറന്ന് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതിന്ന് കുടിച്ചിട്ടില്ല, അബിക്ക് അറിയാലോ എനിക്ക് ഇടയ്ക്ക് തലവേദന ഉണ്ടാവാറുണ്ട്, അതിനുള്ള ഗുളികയാണ് ഞാൻ കഴിച്ചതെന്ന് പറയാണ്. എന്നിട്ട് ആ ഗുളികയുടെ ഇതെടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, ഞാനിതിന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അതിപ്പോൾ കത്രിക വെച്ച് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ അബിക്കും സംശയമാണ്. അപ്പോൾ അതിനെ പിടിച്ച് തൂങ്ങുന്നുണ്ട് നവ്യാണെങ്കിലും. എന്നാലും അമ്മ പറയുന്ന സമയത്ത് അബി എന്നെ സംശയിച്ചല്ലോ, അബിക്കൊരു സങ്കടം ഇല്ലല്ലോ അതിലെന്നൊക്കെ പറയാണ്. ഞാൻ എന്തിനാ എൻ്റെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ളത് കള്ളം പറയുന്നതെന്ന് പറഞ്ഞിട്ട് എന്തായാലും കള്ളം പറഞ്ഞ് നവ്യ തടി തപ്പുന്നുണ്ട്. എന്നിട്ട് നാനിയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ നീ കുടിച്ചോന്ന് പറഞ്ഞിട്ട്, വയറുവേദന ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുടിച്ചോന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ നിന്ന് കയറി പോകും. അപ്പം നയനയും പിറകെ പോകുന്നുണ്ട്. പിന്നീട് ജലജി അബിയും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയോ കള്ളത്തരം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അബിക്ക് അത് മനസ്സിലാവാത്തതുകൊണ്ടാന്നൊക്കെ ജലജ പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് അബിയും പറയുന്നുണ്ട്. ഇങ്ങനെ ഏത് ബുദ്ധിയുള്ള ആണുങ്ങളും ഇങ്ങനെ കല്യാണ സമയത്താണ് ഇങ്ങനെ പെട്ടുപോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട്. പിന്നീട് നൈനിയാണെങ്കിലും റൂമിൽ വന്നിട്ട് വാതിലടച്ചിട്ട് നവ്യനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെയും ചേച്ചി എന്നെ കരുവാക്കിയല്ലേ, എന്താ ചേച്ചിയുടെ ഉദ്ദേശം, അതിനാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എല്ലാം തുറന്നു പറയണം എന്നുള്ളത്. ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഇടയ്ക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് ചേച്ചിക്ക് വയറുവേദന വരുന്നത് ഇപ്പോൾ അമ്മായിമ്മ തന്നെ അത് കണ്ടുപിടിച്ചില്ലേ, അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ വരില്ലേ, ഇനി ഇത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകും, അതുകൊണ്ടാണ് എല്ലാം തുറന്നു പറയാനായിട്ട് അറിയിക്കേണ്ടവരെല്ലാം അറിയിക്കാനായിട്ട് പറയുന്നതെന്ന് പറയുമ്പോൾ നീ ആയിട്ട് അത് ആരെയും അറിയിക്കേണ്ട, അങ്ങനെ നീ ഇവിടെ സ്റ്റാർ ആവണ്ട എന്നൊക്കെ പറയുകയാണ്. അത് അറിയേണ്ട സമയത്ത് അവരെന്നെ അറിഞ്ഞോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നീ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടെ സ്റ്റാർ ആണല്ലോ, മുത്തശ്ശനും മുത്തശ്ശിക്കും നിന്നെ എന്തൊരു കാര്യ, പിന്നീട് ആ ജാനകി എന്ന് പറയുന്ന സ്ത്രീക്ക് അവരുടെ മോൻ പോലും നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആരെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ നമ്മുടെ വീട്ടിലായിരുന്നപ്പോൾ ഒരു മകളുടെ കടമ ചെയ്യുന്നു, ഇവിടെ മരുമകളുടെ കടമ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയാണ്. അപ്പോൾ പിന്നീട് അതുപോലെ തന്നെ നവ്യക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടമല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നയന പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിലുള്ളവരെല്ലാം ഇങ്ങനെ സംസ്കാരം കൊണ്ട് സമ്പന്നരായവരാണ്, അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ മാറി ചിന്തിക്കുന്ന നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് ഇങ്ങനെ ചേച്ചിയുടെ ഭർത്താവും അതുപോലെ തന്നെ അമ്മായിമ്മയും മാത്രമാണെന്നൊക്കെ പറയുമ്പോൾ അതും നവ്യക്ക് ഇഷ്ടാവുന്നില്ല. അതേടി ഞാനും എൻ്റെ അമ്മായിമ്മയും എൻ്റെ ഭർത്താവുമാണ് വളരെ മോശക്കാര്, നിന്റെ അമ്മായിമ്മ പിന്നെ സൽസ്വഭാവത്തിന്റെ നിറകൂടാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് നവ്യ. നിന്റെ അമ്മായിമ്മയ്ക്കും നിന്റെ ഭർത്താവിനൊക്കെ എന്നോട് അസൂയാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നൈനയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല. നൈന ദേഷ്യത്തോടു കൂടി നവ്യനെ നോക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്